ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമത്തിന് എന്ന് എപ്പോഴും മഹത്വമുണ്ടാകട്ടെ. അതിപ്രധാനമായൊരു പഠന പരമ്പരയുടെ മൂന്നാമത്തെ അവതരണത്തിലാണ്. നമ്മുടെ പഠന വിഷയം അപ്പോസ്തലനായ പൗലോസ് റോമർക്കെഴുതിയ ലേഖനത്തിൽ നിന്നാണ്. ഇന്ന് നമ്മൾ മൂന്നാമത്തെ അവതരണത്തിൽ പ്രവേശിക്കുമ്പോൾ ആ പുസ്തകത്തിലെ രൂപരേഖ, അനവധി രൂപരേഖകൾ നമുക്ക് തയ്യാറാക്കാൻ കഴിയുമെങ്കിലും വളരെ പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന ഈ 16 അധ്യായങ്ങളുള്ള പുസ്തകത്തിൽ രൂപരേഖ ചുരുക്കമായി അവതരിപ്പിക്കുകയാണ് സംക്ഷിപ്തമായ നിലയിൽ. ഒന്നാം അധ്യായത്തിൻ്റെ ആദ്യത്തെ 17 വാക്യങ്ങൾ ഒരു ആമുഖമാണ്. തുടർന്ന് ഒന്നാം അധ്യായത്തിൻ്റെ 18 മുതൽ 8-ാം അധ്യായത്തിൻ്റെ 39 വരെ ഉപദേശപരമായിട്ടുള്ള വിഷയങ്ങളാണ്. അതിൽ മനുഷ്യവർഗത്തിന് വരാൻ പോകുന്ന ശിക്ഷാവിധി, ഒന്നാം അധ്യായത്തിൻ്റെ 18 മുതൽ 3-ാം അധ്യായത്തിൻ്റെ 20 വരെ, അതിൽ പുറജാതികളും യഹൂദന്മാരും ഉൾപ്പെടും. ദൈവത്തിൻ്റെ ശിക്ഷാവിധി. 3-ാം അധ്യായത്തിൻ്റെ 21 മുതൽ 5-ൻ്റെ 21 വരെ നീതീകരണം. ദൈവം മനുഷ്യർക്ക് ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ ഒരുക്കപ്പെട്ടിരിക്കുന്ന നീതീകരണത്തെക്കുറിച്ചാണ്. 6-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 7-ൻ്റെ 25 വരെ വിശുദ്ധീകരണം. കർത്താവ് യേശുവിൻ്റെ ക്രൂശിലെ മരണത്തിൻ്റെ അനുഗ്രഹമായി മനുഷ്യർക്ക് ലഭിക്കുന്ന വേർപെട്ട വിശുദ്ധീകരണ അവസ്ഥയെക്കുറിച്ച്. അവസാനമായി 8-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 8-ൻ്റെ 39 വരെ തേജസ്കരണം. പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനമായി മനുഷ്യൻ്റെ തേജസ്കരണം. ഇതാണ് ഉപദേശപരമായ ഭാഗം. തുടർന്ന് പ്രായോഗിക വശങ്ങളെക്കുറിച്ച് പറയുന്ന 9-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 15-ൻ്റെ 13 വരെ, 9-ൻ്റെ 1 മുതൽ 11-ൻ്റെ 36 വരെ ഒരു വിശദീകരണം നൽകപ്പെടും. വിശ്വാസത്താലുള്ള നീതീകരണം, അത് ഇസ്രായേൽ ജനതയോട് ദൈവം നൽകിയ വാഗ്ദാനത്തോട് എങ്ങനെ ചേർന്ന് നിൽക്കുന്നു. അതോടൊപ്പം തന്നെ ഈ ഭാഗത്തിൽ വിശ്വാസത്തിലുള്ള നീതീകരണം അത് ദൈവത്തിൻ്റെ വിശ്വസ്തതയോട് ചേരുന്നതാണ് എന്ന് കാണിച്ചു തരുന്നു. തുടർന്ന് 12-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 15-ൻ്റെ 13 വരെ ഇതെങ്ങനെയാണ് ജീവിതത്തിൽ പ്രായോഗികമാക്കാൻ കഴിയുന്നത്. 12-ൻ്റെ 1 മുതൽ 15-ൻ്റെ 13 വരെ, 15-ൻ്റെ 14 മുതൽ 16-ൻ്റെ 27 വരെ ഉപസംഹാരമാണ്. ഇതാണ് ഏകദേശം ഒരു രൂപരേഖ. നമ്മൾ 1-ാം അധ്യായത്തിലേക്ക് പ്രവേശിക്കാം. ആദ്യത്തെ 7 വാക്യങ്ങൾ വായിച്ചുകൊണ്ട് റോമലേഖനം പഠനം പുസ്തകത്തിലൂടെ നമുക്കിന്ന് ആരംഭിക്കാം. റോമലേഖനം 1-ാം അധ്യായം 1 മുതൽ 7 വരെ. ദൈവം തൻ്റെ പുത്രനും നമ്മുടെ കർത്താവുമായ യേശുക്രിസ്തുവിനെക്കുറിച്ച് വിശുദ്ധ രേഖകളിൽ തൻ്റെ പ്രവാചകന്മാർ മുഖാന്തരം മുമ്പുകൂട്ടി വാഗ്ദത്തം ചെയ്ത സുവിശേഷത്തിനായി വേർതിരിച്ച് വിളിക്കപ്പെട്ട അപ്പോസ്തലനും യേശുക്രിസ്തുവിൻ്റെ ദാസനുമായ പൗലോസ്, റോമയിൽ ദൈവത്തിന് പ്രിയരും വിളിക്കപ്പെട്ട വിശുദ്ധന്മാരുമായ എല്ലാവർക്കും എഴുതുന്നത്. നമ്മുടെ പിതാവായ ദൈവത്തിങ്കിൽ നിന്നും കർത്താവായ യേശുക്രിസ്തുവിങ്കിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. 5-ാം വാക്യം. ജഡം സംബന്ധിച്ച് ദാവീദിൻ്റെ സന്തതിയിൽ നിന്ന് ജനിക്കുകയും മരിച്ചിട്ടുയർത്തെഴുന്നേൽക്കയാൽ വിശുദ്ധിയുടെ ആത്മാവ് സംബന്ധിച്ച് ദൈവപുത്രനെന്ന് ശക്തിയോടെ നിർണയിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നവനാലല്ലോ ഞങ്ങൾ അവൻ്റെ നാമത്തിനായി സകല ജാതികളുടെയും ഇടയിൽ വിശ്വാസത്തിന് അനുസരണം വരുത്തേണ്ടതിന് കൃപയും അപ്പോസ്തലത്വവും പ്രാപിച്ചത്. അവരിൽ യേശുക്രിസ്തുവിനായി വിളിക്കപ്പെട്ട നിങ്ങളും ഉൾപ്പെട്ടിരിക്കുന്നു. ഇപ്പോൾ പൗലോസ് ഈ വേദഭാഗത്തിൽ തന്നെ അവതരിപ്പിക്കുകയാണ്, തൻ്റെ സന്ദേശത്തെ അവതരിപ്പിക്കുകയാണ് റോമിലുള്ള വിശ്വാസികൾക്ക് മുമ്പിൽ. പുതിയ നിയമ കാലഘട്ടത്തിൽ കത്തുകൾ എഴുതുമ്പോൾ പൊതുവായിട്ട് അത് നീണ്ട ഇങ്ങനെ ചുരുട്ടി ഉപയോഗിക്കുന്ന തരത്തിലുള്ള റോൾ ചെയ്തിരിക്കുന്ന ഷീറ്റുകളിലാണ് കത്തുകൾ എഴുതുന്നത്. അന്നത്തെ കാലത്ത് കത്തുകൾ എഴുതുമ്പോൾ ആദ്യം തന്നെ നമ്മൾ കത്ത് തുറക്കുമ്പോൾ തന്നെ ആരാണ് കത്ത് എഴുതിയത് എന്ന് കാണത്തക്ക രീതിയിൽ ആ വ്യക്തിയുടെ പേരവിടെ രേഖപ്പെടുത്തും. അപ്പോൾ കത്ത് ലഭിക്കുന്ന വ്യക്തിക്ക് വ്യക്തമായി കാണാൻ പറ്റും ഈ കത്ത് ആര് എഴുതിയതാണ്. അന്നത്തെ കാലത്ത് ആ കത്ത് എഴുതുന്ന വ്യക്തിയുടെ പേരുകൾ മാത്രമല്ല, അത് എവിടേക്കാണ്, ഏത് സ്ഥലത്തേക്കുള്ള കത്താണെന്ന് കൂടി അവിടെ പരാമർശിക്കും. കൂടാതെ ഒരു വന്ദനവും അതോടൊപ്പം ഉണ്ടാകും. പൗലോസ് അതേ രീതിയാണ് തൻ്റെ ഈ കത്തിലും ഉപയോഗിച്ചിരിക്കുന്നത്. ജനങ്ങൾക്ക് സുപരിചിതമായ ഒരു രീതി. കത്ത് എഴുതിയത് അപ്പോസ്തലനായ പൗലോസ്. നമ്മൾ ബൈബിൾ വായിക്കുമ്പോൾ ഒരുപക്ഷെ ആ ക്രമം കാണാൻ സാധിക്കില്ല. യവന ഭാഷയിൽ എഴുതപ്പെട്ട പുതിയ പുസ്തകങ്ങളാണ് മലയാളത്തിലേക്ക് നമ്മൾ പരിഭാഷപ്പെടുത്തുന്നത്. ഇപ്പോൾ വ്യക്തമായി ആദ്യം പൗലോസ് അവതരിപ്പിക്കുന്ന പൗലോസാണ് കത്തെഴുതുന്നത്. ആർക്ക്? റോമിലുള്ള വിശ്വാസികൾക്ക്. മലയാളത്തിൽ 3-ാം വാക്യത്തിൽ നമുക്ക് കാണാൻ സാധിക്കും, റോമയിൽ ദൈവത്തിന് പ്രിയരും വിളിക്കപ്പെട്ട വിശുദ്ധന്മാരുമായി എല്ലാവർക്കും എഴുതുന്നത്. വന്ദനം 7-ാമത്തെ വാക്യത്തിൽ, മലയാളത്തിൽ 4-ാമത്തെ വാക്യത്തിൽ കാണാം, കർത്താവ് യേശുക്രിസ്തുവിൽ നിന്ന് നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. അപ്പം 3 കാര്യങ്ങൾ ഇവിടെ കാണാൻ സാധിക്കും. അപ്പോൾ ഈ ലേഖനത്തിൻ്റെ കർത്താവ്, തൻ്റെ സ്വഭാവം, തൻ്റെ ദൗത്യം, തൻ്റെ സന്ദേശം. താൻ ആരാണ്? തൻ്റെ സ്വഭാവം
തൻ്റെ ദൗത്യം, തൻ്റെ ജോലി എന്താണ്, താൻ എന്ത് സന്ദേശമാണ് നിങ്ങൾക്ക് തരുന്നത്, ഇത് പറഞ്ഞുകൊണ്ടാണ് പൗലോസ് ഈ കത്ത് ആരംഭിക്കുന്നത്. ആരംഭ വാക്കുകൾ, ഈ പുസ്തകത്തിൻ്റെ, ഈ ലേഖനത്തിൻ്റെ ആരംഭ വാക്കുകൾ പൗലോസിൻ്റെ എല്ലാ കത്തുകളുടെയും സ്വഭാവത്തോട് തുല്യമാണ്. പൗലോസിൻ്റെ എല്ലാ കത്തുകളും കാണുന്ന രീതിയാണ്. കാരണം പൗലോസ് ഒരു വിഷയം പറയാൻ തുടങ്ങിയിട്ട് ആ വിഷയത്തിൽ നിന്ന് മറ്റൊരു വിഷയത്തിലേക്കും അവിടെ നിന്ന് വേറൊരു വിഷയത്തിലേക്കും ഇങ്ങനെ ഒരു ചിന്തയിൽ നിന്ന് മറ്റൊരു ചിന്തയിലേക്ക് ഇങ്ങനെ സഞ്ചരിക്കുന്നൊരു സ്വഭാവമാണ്. അതുകൊണ്ടാണ് പൗലോസിൻ്റെ ലേഖനങ്ങൾ പഠിക്കുക ഒരു മനസ്സിൻ്റെ ഒരു സാഹസികത തന്നെയാണ്. ഇവിടെയും അതിനെ കാണാൻ സാധിക്കും. ആദ്യത്തെ 7 വാക്യങ്ങൾ യവന ഭാഷയിൽ 93 വാക്കുകൾ കൊണ്ട് എഴുതിയതാണ്. 93 വാക്കുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. ഇംഗ്ലീഷിൽ അത് നമ്മൾ വായിക്കുമ്പോൾ 127 വാക്കായിട്ട് കാണാം. പക്ഷേ മലയാളത്തിൽ സംക്ഷിപ്തമായ ഭാഷയാണ് മലയാളം. ഒരു 70-75 വാക്കുകളാണ് അതിനുവേണ്ടി നമുക്ക് കാണാൻ സാധിക്കുന്നത്. പൗലോസ് ഇതുവരെ റോമിൽ പോയിട്ടില്ല. 13-ാം വാക്യത്തിൽ നിന്ന് വ്യക്തമാണ്. എന്നാൽ സഹോദരന്മാർ, എനിക്ക് ശേഷം ജാതികളിൽ എന്നപോലെ നിങ്ങളിലും വല്ല ഫലമുണ്ടാകേണ്ടത് നിങ്ങളുടെ അടുക്കൽ വരുവാൻ പലപ്പോഴും ഭാവിച്ചു. എങ്കിലും ഇതുവരെ മുടക്കം വന്നു നിങ്ങൾ അറിയാതിരിക്കരുത് ഞാൻ ആഗ്രഹിക്കുന്നു. പലതവണ പൗലോസ് ആഗ്രഹിക്കുകയാണ് റോമിൽ പോകണം. പക്ഷേ പലപ്പോഴും ആഗ്രഹിച്ചെങ്കിലും മുടക്കം വന്നു. ഇപ്പോൾ ഇവിടെ ഇതാ പൗലോസ് തൻ്റെ കത്ത് ആരംഭിച്ചുകൊണ്ട് തന്നെ പരിചയപ്പെടുത്തുകയാണ്. ഞാൻ ആദ്യം എന്നെ ഒന്ന് പരിചയപ്പെടുത്തട്ടെ എന്ന് പറയുന്നത് പോലെ അദ്ദേഹം തന്നെ പരിചയപ്പെടുത്തുകയാണ്. തൻ്റെ സ്വഭാവം, താൻ ആരാണ്, താൻ പറഞ്ഞു തുടങ്ങുമ്പോൾ ശരിക്കും കത്തിൻ്റെ ആരംഭത്തിൽ, യവന ഭാഷയിൽ എഴുതിയ കത്തിൻ്റെ ആരംഭത്തിൽ താൻ പറഞ്ഞു തുടങ്ങുന്നത് ഞാൻ ദാസനാണ്. മലയാളത്തിൽ നമുക്കൊരു പക്ഷേ ആരംഭത്തിൽ അത് കാണാൻ സാധിക്കില്ല. അത് 2-ാം വാക്യത്തിൻ്റെ അവസാനമാണ്. യേശുക്രിസ്തുവിൻ്റെ ദാസനായ, ബദ്ധനായ അടിമ, യേശുവിനാൽ ബന്ധിക്കപ്പെട്ട അടിമ എന്നർത്ഥം വരുന്ന ബോണ്ട് സ്ലേവ് എന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. റോമൻ സമൂഹത്തിന് ഈ ദാസൻ, അടിമ എന്ന വാക്ക് സുപരിചിതമാണ്. ഈ ദാസൻ എന്ന വാക്കിലടങ്ങുന്ന, അഥവാ അടിമ, ഡുലോസ് എന്ന യവന വാക്ക്, അതിലടങ്ങുന്ന ആശയങ്ങളും അതിൽ അന്തർലീനമായിരിക്കുന്ന സകല കാര്യങ്ങളും റോമൻ സമൂഹത്തിന് സുപരിചിതമാണ്. കാരണം റോമൻ ജനസംഖ്യയിൽ പകുതിയോളം, ഏകദേശം ഇത് എഴുതുന്ന സമയത്ത് 6 ലക്ഷത്തോളം അടിമകളുള്ള രാജ്യമാണ്. അവരെ സംബന്ധിച്ച് അവർക്ക് സുപരിചിതമാണ് അടിമ എന്ന വാക്കിൻ്റെ അർത്ഥം. ഒരു റോമൻ പൗരനെ അടിമ എന്ന് പരാമർശിക്കുന്നത് അപമാനകരമാണ്. ഒരു അടിമ മറ്റൊരാളുടെ സ്വത്താണ്. അടിമയ്ക്ക് വ്യക്തിപരമായ അവകാശങ്ങളില്ല. അതൊരു വസ്തുവിനെ പോലെ, നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന പല വസ്തുക്കളെ പോലെ ഒന്ന് മാത്രമായിട്ടാണ് അന്നത്തെ കാലത്ത് അടിമകളെ കണ്ടിരുന്നത്. അടിമയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം, നിലനിൽക്കുന്നതിൻ്റെ ഉദ്ദേശം തൻ്റെ യജമാനനെ സന്തോഷിപ്പിക്കുക. ഇതാണ് അടിമയുടെ ജീവിത ഉദ്ദേശം. പൗലോസ് അപ്പോസ്തലൻ റോമിലുള്ള, താൻ ഇതുവരെ പോയിട്ടില്ല, അവിടെയുള്ള ദൈവ മക്കൾക്ക് തന്നെ പരിചയപ്പെടുത്തുമ്പോൾ പൗലോസ് പറയുന്നു, ഞാൻ യേശുക്രിസ്തുവിൻ്റെ അടിമയാണ്. ദാസൻ എന്ന വാക്ക് അടിമ എന്ന വാക്ക് തന്നെയാണ്. താൻ മനഃപൂർവ്വമായ യേശുവിൻ്റെ അടിമയാണ്, യേശുവിൻ്റെ ദാസനാണ്. കാരണം താൻ തന്നെക്കുറിച്ചല്ല ചിന്തിക്കുന്നത്. തൻ്റെ ചിന്ത, തൻ്റെ ജീവിതം തൻ്റെ യജമാനനെ അനുസരിക്കാനും മഹത്വപ്പെടുത്താനുമാണ്. ഗലാത്യർക്കെതിരെ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 20-ാം വാക്യത്തിൽ പൗലോസ് തൻ്റെ ജീവിതത്തിൻ്റെ ഈ വലിയ സാക്ഷ്യം എഴുതുമ്പോൾ ഗലാത്യർ 2:20 ഇപ്രകാരമാണ് പറഞ്ഞത്: ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തുവത്രേ എന്നിൽ ജീവിക്കുന്നു. ഇപ്പോൾ ഞാൻ ജഡത്തിൽ ജീവിക്കുന്നതോ എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത ദൈവപുത്രങ്കലുള്ള വിശ്വാസത്താൽ അത്രേ. ക്രിസ്തുവത്രേ എന്നിൽ ജീവിക്കുന്നത്, ഞാൻ എനിക്കായി ജീവിക്കുന്നില്ല. എത്ര അതിശയകരമായ ഉന്നതമായ ജീവിത ദർശനമാണ്. നിങ്ങളും ഞാനും ദൈവമക്കളാണെങ്കിൽ നാമും യേശുവിൻ്റെ ദാസന്മാരാണ്, യേശുവിൻ്റെ അടിമകളാണ്. യേശു തൻ്റെ രക്തം കൊടുത്ത് നമ്മളെ വിലയ്ക്ക് വാങ്ങിയത്. ആ അർത്ഥത്തിൽ നാം യേശുവിൻ്റെ അടിമകളാണ്. അടിമ എന്ന് പറഞ്ഞാൽ ഭയപ്പെടേണ്ട വാക്കല്ല. 1 കൊരിന്ത്യർ 6-ാം അധ്യായത്തിൻ്റെ 19-20 വാക്യങ്ങളിൽ പൗലോസ് പറയുന്നു, ദൈവത്തിൻ്റെ ദാനമായി നിങ്ങളിലിരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാകുന്നു നിങ്ങളുടെ ശരീരമെന്നും നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കാൻ നിങ്ങൾ താന്താങ്ങൾക്കുള്ളവരല്ല എന്നും അറിയുന്നില്ലയോ? ആകയാൽ നിങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവിൻ. നമ്മളെ വിലയ്ക്ക് വാങ്ങിയതാണ് കർത്താവ് യേശുവിൻ്റെ രക്തം കൊടുത്ത്. നമ്മൾ യേശുവിൻ്റേതാണ്. ഒരു വിധത്തിൽ അപ്പോൾ യേശുവിൻ്റെ ദാസന്മാരാണ്. 7-ാം അധ്യായത്തിൻ്റെ 22-21 വാക്യങ്ങൾ 1 കൊരിന്ത്യരിലും ഇവിടെ കാണാൻ സാധിക്കുന്നു. ദാസനായി കർത്താവിൽ വിളിക്കപ്പെട്ടവൻ കർത്താവിൻ്റെ സ്വതന്ത്രനാകുന്നു. അങ്ങനെ തന്നെ സ്വതന്ത്രനായി വിളിക്കപ്പെട്ടവൻ ക്രിസ്തുവിൻ്റെ ദാസനാകുന്നു. നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്ന മനുഷ്യർക്ക് ദാസന്മാരാകരുത്.
കൊന്നുവരുന്നവർ 9-ാം അധ്യായത്തിൻ്റെ 19-ാം വാക്യത്തിലും പൗലോസ് ഈ ചിന്ത തുടരുമ്പോൾ അവിടെ പറയുന്ന ഇപ്രകാരമാണ്: ഞാൻ കേവലം സ്വതന്ത്രനെങ്കിലും അധികം പേരെ നേടേണ്ടതിന് ഞാൻ എന്നെ തന്നെ എല്ലാവർക്കും ദാസനാക്കി. കർത്താവ് യേശുവിൻ്റെ രക്തം കൊണ്ട് വിലയ്ക്ക് വാങ്ങപ്പെട്ട എല്ലാ ദൈവമക്കൾക്കും ഈ ബോധ്യമുണ്ടായിരിക്കണം, നാം മറ്റൊരാളുടേതാണ്. റോമലേഖനം 6-ാം അധ്യായത്തിൻ്റെ 17-18 വാക്യം ഈ അവസ്ഥയെ മറ്റൊരു തരത്തിൽ പൗലോസ് അവതരിപ്പിക്കുമ്പോൾ നാം നീതിയുടെ ദാസന്മാരാണ്. പാപത്തിൻ്റെ ദാസന്മാരായിരുന്നു. പക്ഷേ നമ്മളെ പഠിപ്പിച്ച പുതിയ ഉപദേശം ഹൃദയപൂർവ്വം അനുസരിച്ചപ്പോൾ പാപത്തിൻ്റെ ദാസ്യത്തിൽ നിന്ന് നാം നീതിയുടെ ദാസന്മാരായി. ഈ ഒരു അടിമ, ഒരു ദാസനെന്ന് പറയുമ്പോൾ ഒരു സഖ്യകക്ഷിയല്ല. ഫിലിപ്പിലേഖനം 2-ാം അധ്യായം 5 മുതൽ 11 വാക്യങ്ങളിൽ കർത്താവ് യേശു പോലും ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോട് സമത്വം മുറുകെ പിടിച്ചു കൊള്ളണം എന്ന് വിചാരിക്കാതെ എടുത്തിട്ടത് ദാസരൂപമാണ്. ദാസൻ്റെ രൂപത്തിലേക്കാണ് വന്നത്. ഇപ്പം നാമും വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്, ഒരു സഹായം എന്നർത്ഥമല്ല. ഇപ്പോൾ പൗലോസ് തൻ്റെ സ്വഭാവം താൻ ആരെന്ന് കാണിച്ചു തന്നിട്ട് തുടർന്ന് തൻ്റെ പ്രാധാന്യം, തൻ്റെ പ്രാമുഖ്യത്തെ പരിചയപ്പെടുത്തുന്നു. ഇവിടെ പൗലോസ് പറയുന്നത് അപ്പോസ്തലനാണ്, വിളിക്കപ്പെട്ട അപ്പോസ്തലനാണ് താൻ. പ്രധാനമായും താൻ യേശുവിൻ്റെ ദാസനാണ്, അതോടൊപ്പം താൻ അപ്പോസ്തലനുമാണ്. ദൈവത്തിൻ്റെ രാജ്യം അഥവാ സഭയിൽ നാം ഏത് ഔദ്യോഗികമായ ഉത്തരവാദിത്തങ്ങളുള്ളവരാണെങ്കിലും പ്രാഥമികമായി പ്രധാനമായി നാം എന്നും യേശുവിൻ്റെ ദാസന്മാരാണ്. ആ ഒരു മനോഭാവം, കാഴ്ചപ്പാടുമാണ് എല്ലാ ദൈവമക്കൾക്കും ഉണ്ടായിരിക്കേണ്ടത്. അപ്പോസ്തലൻ, അക്ഷരീയമായി ആ വാക്കിൻ്റെ അർത്ഥം അയക്കപ്പെട്ടവൻ, പ്രതിനിധി, വാർത്തികൻ, സന്ദേശവാഹകൻ, ദൂതൻ എന്നെല്ലാം അർത്ഥം ആ വാക്കിനുണ്ട്. അയക്കപ്പെടുക, വ്യക്തമായ ഉദ്ദേശത്തോടു കൂടി അയക്കപ്പെടുക. ഗലാത്യലേഖനം 1-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിലും ഗലാത്യർ 1-ന്റെ 11 മുതൽ 24 വരെയും പൗലോസ് തൻ്റെ അപ്പോസ്തലത്വത്തെക്കുറിച്ച് ഏറ്റവും വിശദമായി സംസാരിക്കുന്നത് ഗലാത്യലേഖനത്തിലും കൊരിന്ത്യർക്കെതിരെ 2-ാം ലേഖനത്തിലുമാണ്. 2 കൊരിന്ത്യർ 10-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 13-ന്റെ 10 വരെ ഈ വിശദീകരണം കാണാം. പുതിയ നിയമത്തിൽ അപ്പോസ്തലൻ എന്ന വാക്ക് 2 വിധത്തിൽ ഉപയോഗിക്കുന്നു. ഒന്ന്, കർത്താവ് തിരഞ്ഞെടുത്ത 12 അപ്പോസ്തലന്മാരും അതോടൊപ്പം അവരോടൊപ്പം ചേർന്ന പൗലോസ്, ദൈവത്താൽ നിയോഗിക്കപ്പെട്ട അകാല പ്രജയായ പൗലോസ്. പിന്നെ പുതിയ നിയമത്തിൽ അപ്പോസ്തലൻ എന്ന വാക്ക് ഓരോ സഭയുടെ പ്രതിനിധികളെക്കുറിച്ചും പറയാറുണ്ട്. അത് ബർണ്ണബാസ് ആകാം, എപ്പഫ്രോദിത്തോസ് ആകാം, സഭയുടെ ദൂതന്മാർ എന്ന നിലയിൽ. അവിടെ ഉപയോഗിക്കുന്ന വാക്ക് പൊതുവായ അർത്ഥത്തിൽ അപ്പോസ്തലൻ എന്ന വാക്കാണ്. പക്ഷേ ശരിയായ ഔദ്യോഗിക സ്ഥാനമുള്ള അപ്പോസ്തലന്മാർ 13 പേരാണ്. പൗലോസ് തൻ്റെ ദൗത്യത്തെ അവതരിപ്പിക്കുമ്പോൾ പൗലോസ് ഇവിടെ ഉപയോഗിച്ച വാക്ക് വിളിക്കപ്പെട്ടവനാണ്. താൻ വിളിക്കപ്പെട്ടവനാണ്. കാരണം പൗലോസിനെ പലരും കുറ്റപ്പെടുത്തി. താൻ സ്വയം അപ്പോസ്തലൻ ചമയുകയാണ്. അപ്പോസ്തലരുടെ കൂട്ടത്തിൽ പെട്ടവനല്ല ഇദ്ദേഹം. താൻ സ്വയം ആ ജോലി, ദൗത്യം ഏറ്റെടുത്തതാണെന്ന് പലരും കുറ്റപ്പെടുത്തി. അതുകൊണ്ടാണ് പൗലോസ് തന്നെ ആവർത്തിച്ച എല്ലാ ലേഖനത്തിലും ഇത് കാണാം: ഞാൻ വിളിക്കപ്പെട്ടവനാണ്, ദൈവികമായ നിയോഗമാണ് എനിക്കുള്ളത്, ദൈവത്താൽ വിളിക്കപ്പെട്ട. അതുകൊണ്ട് വിളിക്കപ്പെടുന്നത് ദൈവം വിളിച്ചു എന്നർത്ഥം. ദൈവഹിതപ്ര അത് 1 കൊരിന്ത്യർ 1-ന്റെ 1, ഗലാത്യർ 1-ന്റെ 1, എഫേസ്യർ 1-ാം അധ്യായം 1-ാം വാക്യം, കൊലോസ്യർ 1-ന്റെ 1, 1 തിമോത്തിയോസ് 1-ന്റെ 1, 2 തിമോത്തിയോസ് 1-ന്റെ 1. ഇവിടെ എല്ലാം പൗലോസ് ഞാൻ അപ്പോസ്തലൻ, ദൈവഹിതപ്രകാരം അപ്പോസ്തലൻ, ദൈവത്താൽ വിളിക്കപ്പെട്ട അപ്പോസ്തലൻ എന്ന് പറയാം. ഇത് ദൈവികമായ വിളിയാണ്. ദമസ്കോസിലേക്കുള്ള യാത്രയിൽ വെച്ചാണ് തനിക്ക് കൃപയും അപ്പോസ്തലത്വവും പ്രാപിച്ചത്. ഇവിടെയും നമുക്ക് മലയാളത്തിൽ 6-ാം വാക്യം 1-ാം അധ്യായത്തിൽ അനുസരണം വരുത്തുന്നതിന് കൃപയും അപ്പോസ്തലത്വവും പ്രാപിച്ചവനാണ്. ദമസ്കോസിലുള്ള യാത്രയിൽ വെച്ചാണ് ദൈവത്തിൻ്റെ നിയോഗം കിട്ടിയത്. ഇപ്പോൾ തൻ്റെ സ്ഥാനം എന്താണ്, താൻ ആരാണ് എന്ന് വെളിപ്പെടുത്തിയതിന് ശേഷം തൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്താണ്, ജീവിതത്തിൻ്റെ ദൗത്യം എന്താണ്, അവിടെ പൗലോസ് പറയുന്നത് സുവിശേഷത്തിനായി വേർതിരിച്ച് വിളിക്കപ്പെട്ടവൻ. സുവിശേഷത്തിനായി വേർതിരിച്ച് വിളിക്കപ്പെട്ടവനാണ്. ഒരു ഉദ്ദേശമുണ്ട്. ദൈവത്തിൻ്റെ വിളിക്കൊരു ലക്ഷ്യമുണ്ട്. വെറുതെ ദൈവം എന്ന് വിളിക്കുകയല്ല, ഒരു വ്യക്തമായ ലക്ഷ്യമുണ്ട്. പൗലോസിനെ വിളിക്കുമ്പോൾ എന്താണ് ലക്ഷ്യം? സുവിശേഷത്തിനായി വേർതിരിച്ച് വിളിക്കപ്പെട്ടു. കാരണം ഇതേ അധ്യായത്തിൻ്റെ 15-ാം വാക്യത്തിൽ പൗലോസ് പറഞ്ഞു, നിങ്ങൾ അങ്ങനെ റോമിലുള്ള നിങ്ങളോടും സുവിശേഷം അറിയിപ്പാൻ ഞാൻ ആവോളം ഒരുങ്ങിയിരിക്കുന്നു. കാരണം തനിക്ക് തൻ്റെ വിളിയും ഉദ്ദേശവും അറിയാം. സുവിശേഷത്തിന് വേണ്ടിയാണ് താൻ വിളിക്കപ്പെട്ടത്. പൗലോസ് നല്ല ബോധ്യമുണ്ട്. അതുകൊണ്ട് സുവിശേഷം അറിയിക്കുവാൻ ഞാൻ തിരഞ്ഞെടുക്കപ്പെട്ട പാത്രമാണ്. പ്രവർത്തികൾ 9-ന്റെ 15-ലും 13-ന്റെ 2-ലും നമുക്കത് കാണാൻ സാധിക്കും. 13-ാം അധ്യായം 2-ാം വാക്യത്തിലും അവർ കർത്താവിനെ ആരാധിച്ച് ഉപദേശിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ബർന്നബാസിനെയും ശൗലിനെയും വിളിച്ചിരിക്കുന്ന വേലയ്ക്കായിട്ട് അവരെ എനിക്ക് വേർതിരിപ്പീൻ എന്ന് പരിശുദ്ധാത്മാവ് പറഞ്ഞു.
9-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യത്തിലും പൗലോസ് അപ്പോസ്തലൻ അല്ലെങ്കിൽ ശൗലിനെ ദൈവം വിളിക്കുമ്പോൾ ഇങ്ങനെയാണ് ദൈവത്തിൻ്റെ നിയോഗം ശൗലിൻ്റെ മേൽ വന്നത്. നീ പോക, അവൻ എൻ്റെ നാമം ജാതികൾക്കും രാജാക്കന്മാർക്കും ഇസ്രായേൽ മക്കൾക്കും മുമ്പിൽ വഹിപ്പാൻ ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നൊരു പാത്രമാകുന്നു. അപ്പോൾ പൗലോസ് അങ്ങനെ ദൈവം തിരഞ്ഞെടുത്തവനാണ്, താൻ വേർതിരിക്കപ്പെട്ടവനാണ് ജനനം മുതൽ. ഗലാത്യ ലേഖനത്തിൽ അത് പൗലോസ് വ്യക്തമായി പറയും. ഗലാത്യ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 15 മുതൽ 16 വരെ. എങ്കിലും എൻ്റെ ജനനം മുതൽ. അന്ന് പൗലോസിന് ബോധ്യമുണ്ടായിരുന്നില്ല, പക്ഷേ ദൈവ പദ്ധതി അവൻ്റെ ജനനം മുതലേ ഉണ്ട്. കൃത്യസമയത്ത് ദൈവനെ ബോധ്യപ്പെടുത്തി. പക്ഷെ പിന്നീട് മനസ്സിലായി, എൻ്റെ ജനനം മുതൽ എന്നെ വേർതിരിച്ച് തൻ്റെ കൃപയാൽ വിളിച്ചിരിക്കുന്ന ദൈവം തൻ്റെ പുത്രനെക്കുറിച്ചുള്ള സുവിശേഷം ഞാൻ ജാതികളുടെ ഇടയിൽ അറിയിക്കേണ്ടതിന് അവനെ എന്നിൽ വെളിപ്പെടുത്തുവാൻ പ്രസാദിച്ചപ്പോൾ. അപ്പോൾ യേശുവിൻ്റെ സുവിശേഷം അറിയിക്കുമ്പോൾ യേശുവിനെ ദൈവം പൗലോസിന് വെളിപ്പെടുത്തി കൊടുത്തു. ഇപ്പോൾ താൻ ബോധ്യമുണ്ട്, താൻ വേർതിരിക്കപ്പെട്ടവനാണ്, വിളിക്കപ്പെട്ടവനാണ്, ജന്മം മുതൽ ദൈവം വിളിച്ചവനാണ്. ഇപ്പോൾ തന്നെക്കുറിച്ച് പറഞ്ഞതിന് ശേഷം പെട്ടെന്ന് തന്നെ പൗലോസ് തൻ്റെ ഊന്നൽ അഥവാ ശ്രദ്ധ തന്നിൽ നിന്ന് തിരിച്ച് സുവിശേഷത്തിലേക്ക് തിരിക്കും. സുവിശേഷത്തിനായി വിളിച്ച് വേർതിരിക്കപ്പെട്ടവൻ. എന്തിനാണ് എന്നെ വിളിച്ചത്? സുവിശേഷത്തിനായി. സുവിശേഷം, നല്ല വാർത്ത, സദ്വാർത്ത. വാർത്ത എന്നാൽ എന്താണ്? വാർത്ത എന്ന് പറഞ്ഞാൽ വാസ്തവമായി സംഭവിച്ചൊരു കാര്യമാണ് നമ്മൾ ഉടൻ അല്ലെങ്കിൽ ടി വിയിൽ പിറ്റേ ദിവസം പത്രത്തിൽ വാർത്തയായി വായിക്കുന്നത്. കെട്ടുകഥയല്ല, സംഭവിച്ചൊരു കാര്യം. ഇപ്പം ഞാനും നിങ്ങളും നല്ല വസ്ത്രം ധരിച്ചു, അത് വാർത്തയല്ല. നിങ്ങളൊരു നല്ല ചുരിദാർ സാരി ഉപയോഗിച്ചിരിക്കുന്നു, ഞാൻ വെള്ള വസ്ത്രവും വെള്ള ഷർട്ടും വെള്ള പാൻറ്റും ധരിച്ചിരിക്കുന്നു, അത് വാർത്തയല്ല. വാർത്ത എന്ന് പറയുമ്പോൾ വളരെ ഗൗരവമുള്ള പ്രാധാന്യമുള്ള ഒരു വിഷയമാണ് വാർത്തയാകുന്നത്. ഇപ്പോൾ സുവിശേഷം സദ്വാർത്ത എന്ന് പറയുമ്പോൾ അത് വ്യക്തമായി പറയുന്നൊരു കാര്യം, ഇത് വാസ്തവത്തിൽ സംഭവിച്ചതാണ്. സുവിശേഷം, ക്രിസ്തുവിൻ്റെ മരണമടക്കം ഉയർപ്പുന്ന സുവിശേഷം, ദാവീദിൻ്റെ പുത്രനായ കർത്താവ് യേശുവിൻ്റെ ക്രൂസിലെ മരണം അടക്കം 3-ാം നാൾ ഉയർത്തെഴുന്നേൽപ്പെന്ന സുവിശേഷം വാസ്തവത്തിൽ സംഭവിച്ചതാണ്. അത് കെട്ടുകഥയല്ല, പഴങ്കഥയല്ല, കാരണം സുവാർത്തയാണ്, നല്ല വാർത്തയാണ്, അത് പ്രാധാന്യമുള്ള വാർത്തയാണ്. അത് വെറും വാർത്ത മാത്രമല്ല, നല്ല വാർത്തയാണ്. ഇതിനേക്കാളും നല്ലൊരു വാർത്ത ലോകത്തിൽ ഒരു മനുഷ്യന് കേൾക്കാനില്ല. ഇപ്പം നിങ്ങളുടെ ജോലി നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു, അത് ഒരിക്കലും നല്ല വാർത്തയല്ല. നിങ്ങളുടെ കുടുംബത്തിലുള്ളവരെങ്കിലും പറയും അതൊരു നല്ല വാർത്തയല്ല, സങ്കടകരമായ വാർത്തയാണ്. നേരെ വെച്ച് നിങ്ങൾക്കൊരു പെട്ടെന്ന് നിങ്ങളുടെ വളരെ വർഷം പഴക്കമുള്ള ഒരു വലിയ സുഹൃത്ത്, വർഷങ്ങളുമായിട്ട് ഒരു വിവരമില്ലാത്ത സുഹൃത്ത് വിദേശ രാജ്യത്ത് നിന്ന് നിങ്ങൾക്കൊരു വലിയൊരു തുക സംഭാവനയായി നൽകി. അത് ശരിക്കൊരു വാർത്തയാണ്, വെറും വാർത്തയല്ല, നല്ല വാർത്തയാണ്. അപ്പോൾ സുവിശേഷം നല്ല വാർത്തയാണ്. ഏതർത്ഥത്തിൽ? നാം പാപത്തിൽ നഷ്ടപ്പെട്ടവരാണ്, സ്വയം രക്ഷ പ്രാപിക്കാൻ കഴിയാത്തവരാണ്. പക്ഷെ ദൈവം നമ്മെ സ്നേഹിച്ചു, തൻ്റെ സ്വന്തം പുത്രനെ, ഒരു അർഹതയും യോഗ്യതയുമില്ലാത്ത നമുക്ക്, നികൃഷ്ടരും ശത്രുക്കളും ബലഹീനരും പാപികളും അഭക്തരുമായ നമുക്ക്, നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി ദൈവം തൻ്റെ സ്വന്തം പുത്രനെ നമ്മുടെ സ്ഥാനത്ത് നമുക്ക് വേണ്ടി മരിക്കാൻ അയച്ച് നമ്മളെ വീണ്ടെടുക്കാൻ തീരുമാനിച്ചു. ഇതിനേക്കാളും വലിയൊരു വാർത്തയുണ്ടോ? യോഹന്നാൻ 3-ന്റെ അല്ലെങ്കിൽ ഒരു പക്ഷേ 50-60 വർഷങ്ങളായി തടവറയിൽ കിടക്കുന്ന, ഇരുണ്ട അറയിൽ, കുണ്ടറയിൽ കിടക്കുന്ന, വെളിച്ചം കണ്ടിട്ടില്ലാത്തൊരു സ്ഥലത്ത് ബന്ധിക്കപ്പെട്ട് കിടക്കുന്ന മനുഷ്യൻ്റെ പ്രഭാതത്തിൽ മോചനം എന്നതിനേക്കാളും വലിയ വാർത്തയാണ്. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യത്തിൽ തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്നവന് നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. എന്തൊരു വലിയ വാർത്തയാണ് സുവിശേഷത്തിൻ്റെ പ്രധാനപ്പെട്ട കാതലെന്താണ്? ക്രിസ്തുവിൻ്റെ മരണം, അടക്കം, ഉയർപ്പ്. പൗലോസ് കൊരിന്ത്യർ ലേഖനത്തിൽ 1 കൊരിന്ത്യർ 15-ന്റെ 1 മുതൽ 4 വരെയുള്ള വാക്യം, നിങ്ങളോട് സുവിശേഷിച്ചതും നിങ്ങൾക്ക് ലഭിച്ചതും നിങ്ങൾ പിടിച്ചുകൊണ്ടതും നിങ്ങൾ നിൽക്കുന്നതും നിങ്ങളെ രക്ഷിക്കുന്നതുമായ സുവിശേഷം. എന്നിട്ട് ഞാൻ ഇന്നവിധം നിങ്ങളോട് സുവിശേഷിച്ചു. എന്താണ്? കർത്താവ് യേശു തിരുവെഴുത്തിൻ പ്രകാരം മരിച്ച് അടക്കപ്പെട്ട് തിരുവെഴുത്തുകളിൻ പ്രകാരം 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു എന്നിങ്ങനെ. ഇതാണ് സുവിശേഷം. അതൊരു വലിയ സംഭവമാണ്. പൗലോസ് പറയുന്ന സുവിശേഷത്തെക്കുറിച്ച് പറയുന്ന ചില വിശേഷണങ്ങൾ പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. സുവിശേഷത്തെ വിവരിക്കുകയാണ്. എന്താണ് ഈ സുവിശേഷം? പൗലോസ് ആദ്യം പറഞ്ഞു, ഇത് ദൈവം തൻ്റെ പുത്രനും നമ്മുടെ കർത്താവായ യേശുവിനെക്കുറിച്ച് വിശുദ്ധ രേഖകളിൽ തൻ്റെ പ്രവാചകന്മാർ മുഖാന്തരം മുൻപുകൂട്ടി വാഗ്ദത്തം ചെയ്ത സുവിശേഷം. അപ്പോൾ പൗലോസിൻ്റെ ചിന്തകളിലൂടെ കടന്നു പോകാൻ മനസ്സിന് ശരിക്കും ഒരു അഭ്യാസം വേണ്ടി വരും, അത് വ്യക്തമായി വേർതിരിച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഈ സുവിശേഷത്തെക്കുറിച്ച് പൗലോസ് പറഞ്ഞ ആദ്യത്തെ കാര്യം, ഇത് ദൈവത്താൽ ഒരുക്കപ്പെട്ടതാണ്.
സുവിശേഷം ദൈവത്താലും. കാരണം ദൈവത്തിൻ്റെ ഇംഗ്ലീഷ് ക്ലിയറായിട്ട് 1-ാം അധ്യായത്തിന് 1-ാം വാക്യം, ഇറ്റ്സ് എ ഗോസ്പൽ ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ സുവിശേഷമാണ്. കാരണം പൗലോസിൻ്റെ മനസ്സിൽ രൂപം കൊണ്ടതല്ല, ഒരിടത്തിങ്ങനെ കുത്തിയിരുന്ന് എഴുതി ഉണ്ടാക്കിയതല്ല, കുറേ പണ്ഡിതന്മാർ ഒരുമിച്ച് കൂടി വട്ടം കൂടിയിരുന്ന് ചർച്ച ചെയ്ത് എടുത്ത തീരുമാനമല്ല. ഇത് മനുഷ്യൻ്റെ ജ്ഞാനത്തിൻ്റെ ഫലമല്ല, ഇത് ദൈവത്തിൽ നിന്ന് വന്നതാണ് സുവിശേഷം. മനുഷ്യൻ്റെ പാപപരിഹാരത്തിനായിട്ടുള്ള ഈ രക്ഷാപദ്ധതി ദൈവത്തിൻ്റെതാണ്. എന്നിട്ട് പൗലോസ് പറഞ്ഞു, അതോടൊപ്പം തന്നെ പറഞ്ഞത് പ്രവാചകന്മാർ മുഖാന്തരം വാഗ്ദത്തം ചെയ്തതാണ്. ഇത് വാഗ്ദാനമാണ്, വാഗ്ദാന നിവർത്തിയാണ്. അപ്പം സുവിശേഷം എന്നുള്ളത് പഴയ നിയമ മണ്ണിൽ ഉറപ്പിക്കപ്പെട്ടതാണ്, പഴയ തിരുവെഴുത്തിൽ ഉറപ്പിക്കപ്പെട്ടതാണ്. ഹബക്കൂക്കിൻ്റെ പുസ്തകം കോട്ട് ചെയ്തുകൊണ്ട് 17-ാമത്തെ വാക്യത്തിൽ പറയും, എൻ്റെ നീതിമാൻ വിശ്വാസത്തിൽ ജീവിക്കും, നീതിമാൻ വിശ്വാസത്തിൽ ജീവിക്കുമെന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. ഹബക്കൂക്കിൻ്റെ പുസ്തകത്തിൽ നിന്നാണ് 2-ാം അധ്യായം 4-ാം വാക്യം. അപ്പോൾ ഇത് പ്രവാചകന്മാർ മുഖാന്തരം വാഗ്ദാനം ചെയ്തതാണ്. 74 ഉദ്ധരണികളുണ്ട് എബ്രായ തിരുവെഴുത്തിൽ നിന്ന്, പഴയമത്തിൽ നിന്ന്, റോമലേഖനത്തിൽ. അപ്പോൾ ദൈവത്തിൻ്റെ സുവിശേഷം എന്ന് പറയുന്നത് ദൈവം മനുഷ്യവർഗത്തിൽ ചെയ്ത ഉടമ്പടികളുടെ നിവർത്തീകരണമാണ്. മനുഷ്യൻ്റെ കണ്ടുപിടുത്തമല്ല, മനുഷ്യൻ്റെ കഴിവിലുണ്ടായതല്ല, ദൂതന്മാരുടെ ഭാവനയല്ല, പൗലോസിൻ്റെയും പത്രോസിൻ്റെയും സങ്കല്പത്തിൽ നിന്നുണ്ടായതല്ല സുവിശേഷം. ഗലാത്യലേഖനം 1-6 മുതൽ 9 വരെ. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, നാളെ ഞങ്ങൾ തന്നെ വന്ന് മാറ്റി പറഞ്ഞാൽ പോലും ഞങ്ങളെ വിശ്വസിക്കരുത്. ദൈവത്തിൻ്റെ സുവിശേഷമാണ് നിങ്ങൾ കേട്ടത്, ദൈവത്തിൽ നിന്നുള്ള സുവിശേഷമാണ് നിങ്ങൾ കേട്ടത്. നാളെ ഞങ്ങൾ മാറ്റി പറഞ്ഞതുകൊണ്ട് അത് വിശ്വസിക്കരുത്, ഞങ്ങൾ ശപിക്കപ്പെട്ടവരായി മാറും. 1 കൊരിന്ത്യർ 1-ാം അധ്യായത്തിൻ്റെ 10 മുതൽ 2-5 വരെയും പൗലോസ് അവതരിപ്പിക്കും. 1 പത്രോസ് 1-ന്റെ 10 മുതൽ 12 വരെ പത്രോസ് പറയും, പഴയകാലത്തെ പ്രവാചകന്മാർ ക്രിസ്തുവിൻ്റെ ആത്മാവിൽ നിയന്ത്രിക്കപ്പെട്ടവരാണ്. ഇപ്പോൾ സുവിശേഷം എന്നത് പ്രവചന നിവർത്തിയാണ്. പ്രവചനം പഴയകാലത്തുള്ള എല്ലാ തരത്തിലുള്ള ആചാരാനുഷ്ഠാനങ്ങൾ, മുൻകുറി ശാസ്ത്രം, ദൈവികമായ വെളിപാടുകൾ, ഇതിൻ്റെ എല്ലാ നിവർത്തീകരണമാണ് സുവിശേഷം. ലൂക്കോസ് 24-44 മുതൽ 46 എമ്മാവാസിലേക്കുള്ള യാത്രയിൽ വെച്ച് കണ്ടുമുട്ടിയ 2 ശിഷ്യന്മാരുടെ ക്രിസ്തു എന്താ പറഞ്ഞത്? മോശയുടെ പുസ്തകങ്ങളും സങ്കീർത്തനങ്ങളും പ്രവാചക പുസ്തകങ്ങളും എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നത്. അതിൻ്റെ നിവൃത്തിയാണ് യോഹന്നാൻ 5:39 മുതൽ 46 വരെ. നിങ്ങൾ തിരുവെഴുത്തുകളെ പരിശോധിക്കുന്നു, അത് നിത്യജീവനുണ്ടെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു, പക്ഷേ എൻ്റെ അടുക്കൽ വരെ നിങ്ങൾക്ക് മനസ്സില്ല. നിങ്ങൾ മോശയെ വിശ്വസിച്ചിരുന്നെങ്കിൽ എൻ്റെ അടുക്കൽ വന്നേനെ. 2 തിമോത്തിയോസ് 3:14, 2 പത്രോസ് 20:20. പ്രവചനം ഒരിക്കൽ മനുഷ്യൻ്റെ ഇഷ്ടത്തിൽ വന്നതല്ല, പരിശുദ്ധാത്മാ നിയോഗത്താൽ മനുഷ്യർ സംസാരിച്ചതാണ്. അപ്പോൾ ഏറ്റവും പ്രധാനമായി പൗലോസ് പറയുന്ന അവസാനമായിട്ട് സുവിശേഷം. അപ്പോൾ സുവിശേഷത്തെക്കുറിച്ച് എന്താ പൗലോസ് ഇതുവരെ പറഞ്ഞത്? ഇത് ദൈവത്തിൻ്റെ സുവിശേഷമാണ്, ദൈവത്താൽ നൽകപ്പെട്ടതാണ്, പ്രവാചകന്മാരുടെ വാഗ്ദാനമാണ്, പ്രവചന നിവൃത്തിയാണ്. മാത്രമല്ല ഇത് യേശുവിനെക്കുറിച്ചുള്ളതാണ്. ഇപ്പോൾ ദൈവത്തിൻ്റെ പുത്രനും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെക്കുറിച്ച് വിശുദ്ധ രേഖകളിൽ തൻ്റെ പ്രവാചകന്മാർ മുഖാന്തരം മുമ്പ് കൂട്ടി വാഗ്ദത്തം ചെയ്ത സുവിശേഷം. ഇപ്പോൾ സുവിശേഷം ചൂണ്ടിക്കാട്ടുന്നത് യേശുവിനെയാണ്, യേശുവിനെക്കുറിച്ചുള്ളതാണ് സുവിശേഷം. റോമലേഖനത്തിൻ്റെ അവസാന അധ്യായമായ 16-ാം അധ്യായത്തിൻ്റെ 24 മുതലുള്ള വാക്യങ്ങളിൽ പൗലോസ് വീണ്ടും ആവർത്തിക്കും. ഇത് ദൈവത്തിൻ്റെ സുവിശേഷമാണ്, പക്ഷെ ആരെക്കുറിച്ചുള്ളതാണ്? തൻ്റെ പുത്രനെക്കുറിച്ചുള്ളതാണ്. അപ്പം സുവിശേഷത്തിൻ്റെ കേന്ദ്രം ദൈവപുത്രനാണ്. സുവിശേഷത്തിന് ഒറ്റ കേന്ദ്രമേ ഉള്ളൂ, അത് ക്രിസ്തുവാണ്. കർത്താവ് യേശു ക്രിസ്തുവിൽ ദൈവവാഗ്ദാനങ്ങൾ ഒരു വ്യക്തിയായി, തിരുവെഴുത്തുകൾ ഒരു സ്വഭാവമായി, പ്രവചനം ഒരു വ്യക്തിത്വമായി. ഈ സുവിശേഷത്തിന് വേണ്ടി ദൈവം പൗലോസിനെ വേർതിരിച്ച്, ആദ്യം വിളിച്ച് വേർതിരിച്ച്. പൗലോസ് അവതരിപ്പിച്ച്, ഞാൻ ദാസനാണ് ഈ സുവിശേഷത്തിന്, ഭൂമിയിൽ ജീവിക്കേണ്ടത് ഇതിനേക്കാളും വലിയൊരു ലക്ഷ്യമില്ല. ഞാൻ ഇൻ്റർനാഷണൽ കൗൺസിലിലെ പ്രസിഡൻ്റാണ്, യുണൈറ്റഡ് നേഷൻസിൻ്റെ ഇന്ന ആളാണ്, ഒന്നുമല്ല. ഭൂമി ഞാൻ യേശുക്രിസ്തുവിൻ്റെ ദാസനാണ്, സുവിശേഷത്തിന് വേണ്ടി വിളിച്ച് വേർതിരിക്കപ്പെട്ട ദൈവത്തിൻ്റെ ദാസനാണ്. ഇതിനേക്കാളും വലിയൊരു വിശേഷണം ഒരു മനുഷ്യന് ലഭിക്കാനില്ല. തുടരാൻ നമുക്ക് വീണ്ടും പൗലോസ് യേശുവിൽ ഊന്നൽ കൊടുക്കുന്നതിനെക്കുറിച്ച്, തന്നിലേക്കല്ല, ഊന്നൽ യേശുവിലേക്കാണ്. എന്നാൽ സുവിശേഷം യേശുവിനെക്കുറിച്ചുള്ളതാണ്, ഇത് ദൈവം നൽകിയതാണ്, ഇത് വാഗ്ദാനമാണ്, പ്രവചന നിവൃത്തിയാണ്, യേശുവിനെക്കുറിച്ചുള്ളതാണ്. നാളെ നമുക്ക് കൂടുതലായിട്ട് ചിന്തിക്കാം. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ഈ ചിന്തകൾ, ഈ വെളിച്ചം നിങ്ങളുടെ ജീവിതയാത്രയിൽ പ്രകാശമായി തീരട്ടെ. താങ്ക് യു.